വെപ്പൺസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹൊറർ പടം വന്നിട്ടുണ്ട്. ഇത് തിയേറ്ററിൽ റിലീസാണ്, OTT ഒന്നുമല്ല. സോ തിയേറ്ററിൽ ഞാൻ ഈ പടം കാണാൻ പോയപ്പോൾ ഒരു 5-6 പേരുള്ളൂ എന്ന് പറഞ്ഞ് ഷോ ക്യാൻസൽ ചെയ്യാൻ പോയി. അവർ പറഞ്ഞു ഒരു മിനിമം 10 പേരുണ്ടെങ്കിലാണ് ഷോ ഓടുള്ളൂ എന്ന്. സോ ഞങ്ങൾ ഈ ഇത്രയും പേര് എനിക്കറിയാത്ത ആരൊക്കെയാണ്, പക്ഷേ അവരൊക്കെ കൂടി എല്ലാവർക്കും ഈ പടം കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പൈസ പിരിവിട്ടിട്ടാണെങ്കിലും ശരി ഒരു 10 പേരുടെ പൈസ ഞങ്ങൾ എടുക്കുക എന്നിട്ട് കാണാമെന്ന് വിചാരിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ പറയും 20 പേരുണ്ടെങ്കിൽ കാണിക്കാതെ അമ്മമാരുടെ ഉണ്ടല്ല. എന്നിട്ട് കോയമ്പത്തൂർ പോയിട്ടാണ് ഈ പടം കണ്ടത്. നമ്മുടെ ഈ സമയത്തിനും പൈസയ്ക്ക് പോട്ടെ, സമയത്തിന് വില കൊടുക്കാത്ത ഇമ്മാതിരി പരിപാടി ഇതിന് മുമ്പ് വേറെ ആരെങ്കിലും നിങ്ങൾക്ക് കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കുറേ പേർക്ക് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്താലും ആലോചിക്കുന്നുണ്ട്. ഈ തിയേറ്ററിൽ ഇതുപോലെ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ഷോ ക്യാൻസൽ ചെയ്യുന്നൊരു പരിപാടി ഒരുമാതിരി പരിപാടിയാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടോ എത്രയൊക്കെ ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഒരു തിയേറ്ററിൽ പോവുക. അതൊരുമാതിരി ഒരു തരത്തിലും പിന്നെ അംഗീകരിക്കാൻ പറ്റാത്ത, അന്ന് അവർക്ക് ഷോ ചാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാളാണെങ്കിലും ആൾ വന്നിട്ടുണ്ടോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ അവർ കാണേണ്ടത് അവരുടെ അവകാശമാണ്. അതിനെതിരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും ഇതുപോലെ ഷോ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ശരി ഓക്കെ, എന്നാലും 10 പേരുടെ പൈസ നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അപ്പോൾ ഒരു ട്രാക്ക് മാറ്റി 20 പേര് നോക്കി. അതൊരു മാതിരി വൻ ഊളത്തരം. എല്ലാ തിയേറ്ററിലും ഇല്ല. ഞാൻ ഇതിനു മുമ്പ് ടൈറ്റാനിക് ഒറ്റയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് റിലീസ് ചെയ്ത സമയത്ത്. ഞാൻ മാത്രമുള്ള ആ തിയേറ്ററിൽ സാർ മാന്യനാണ് എന്നേ പറയാനുള്ളൂ. സോ എന്നിട്ട് ഞാൻ കോയമ്പത്തൂർ പോയിട്ടാണ് ഈ പടം കണ്ടത്. തിയേറ്ററിൽ കാണാനുള്ള റൈറ്റായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ സിനിമ ഈ കാണാനുള്ള മെയിൻ ഉദ്ദേശം ഇതിൻ്റെ ഡയറക്ടറാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തു വെച്ച പടമാണ്. അധികം പടങ്ങളൊന്നുമില്ല, ഒറ്റ പടം ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിന് മുമ്പ് ഇറങ്ങിയ പടങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ബാർബേറിയൻ അത് എന്നെ സംബന്ധിച്ച് ഞാൻ OTTയിലാണ് കണ്ടത്. ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു എന്താ നടക്കാൻ പോകുന്നൊരു പിടുത്തമില്ലാതെ സസ്പെൻസും ട്വിസ്റ്റുകളും നിറച്ചിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ പടം. ഹൊറർ എലിമെൻറ്റ്സ് ആയിരുന്നു അതിൽ കൂടുതൽ. അവർ ബേസ്മെൻറ്റിനകത്ത് എത്തിപ്പെട്ട പിന്നെ നടക്കുന്നത് ഫുള്ള് ജഗപൊക പരിപാടിയായിരുന്നു ബാർബേറിയൻ എന്ന് പറഞ്ഞ പടത്തിൽ. അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ വെപ്പൺസ് എന്ന് പറഞ്ഞ പടം. സോ ഈ പടത്തിന് പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് റൂമിൽ പഠിക്കുന്ന ഒരു 17 കുട്ടികൾ ഒറ്റ രാത്രി അവർ മുഴുവനായിട്ട് കാണാനില്ല. സംഭവം എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു CCTVയിലൊക്കെ നോക്കിയപ്പോൾ അവരെല്ലാവരും തന്നെ അവരുടെ വീട്ടിൽ നിന്ന് രാത്രി 2:17 ആയപ്പോൾ ഡോറും തുറന്ന് ഇറങ്ങി കണ്ടമൊഴി ഓടി. പിന്നെ എങ്ങോട്ട് പോയെന്നൊരു പിടുത്തില്ല. സോ ഈ പിള്ളേർക്ക് എന്താ സംഭവിച്ചത്, എന്താണ് ശരിക്കും അവിടെ നടന്നത്, ഇതിന് പുറകിലൊക്കെ ആരാണ്, എന്താണ് ഈ വെപ്പൺസ് എന്ന് ടൈറ്റിലായിട്ട് അല്ലെങ്കിൽ ഈ പേര് കൊടുത്തിട്ടുള്ള വെപ്പൺസ് എന്ന് പറഞ്ഞൊരു പരിപാടി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നൊരു പടമാണ്. സോ അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. ഇപ്പോൾ ഈ ക്ലാസ് റൂമിൽ ഇവരെല്ലാവരും പോയിട്ടുണ്ട്, ഒരു കുട്ടി മാത്രം ബാക്കിയുണ്ട്, ഇവരുടെ ഒരു ക്ലാസ് ടീച്ചറും. എല്ലാവരും ബ്ലെയിം ചെയ്യുന്നത് ഈ 2 പേരെയാണ്. സോ അവർക്കെന്താ പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവിലൂടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നൊക്കെ കാണിച്ച് ഒരു മിസ്റ്ററി ത്രില്ലർ എന്ന രീതിയിലാണ് ഈ ഒരു പടം പോകുന്നത്, ഹൊററിനേക്കാൾ കൂടുതൽ. സോ ഒരു നടന്ന സംഭവം എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു ഫിക്ഷണൽ സാധനമാണ് നമുക്കറിയാം. പക്ഷേ അത്ര നന്നായിട്ട് ഗ്രൗണ്ടഡ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കിഡിലായിട്ട് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ഒക്കെ വേറെ ലെവലാണ്. കാരണം ഒരു പോയിന്റ് വരെ നമുക്ക് ഒന്നുമില്ല, അതിന് ഷോട്ടുകൾ നന്നായിട്ടുണ്ട്, ഓക്കെ ഇതിൻ്റെ ലൈറ്റിങ് നന്നായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കെങ്കിലും ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്കുള്ള ഒരു വൺ ഷോട്ട് സാധനമൊക്കെ ഉണ്ട്. ഈ ഒരു ഡോറിൻ്റെ അല്ലെങ്കിൽ പല വീടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഈ ക്യാമറമാൻ കിടന്ന് ഓടും. സോ നമ്മൾ ഈ ജല്ലിക്കെട്ടിലെടുത്ത സാധനം പോലത്തെയൊക്കെ ഉണ്ട്. സോ അതൊക്കെ ചെറിയ പോർഷനേ ഉള്ളൂ, എങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു വിഷ്വലിയും കാണാൻ നല്ല രസമുള്ള, ഓഡിബിളിയും നല്ല അടിപൊളിയായിട്ടുള്ള കുറേ സാധനങ്ങൾ സിനിമയിൽ അവിടെ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ടെക്നിക്കലി നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഇവരുടെ എല്ലാവരും പെർഫോമൻസ് വൈസും അടിപൊളിയായിട്ടുള്ള ആ ചെറിയ കുട്ടിയൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പറയാണ്ട് ഇവരുടെ ആ ഒരു ക്ലാസ് ടീച്ചറായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ, ഇവരൊക്കെയാണ് അടിപൊളിയായിട്ട് സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുള്ളത്. സോ അതിനേക്കാൾ കൂടുതൽ എനിക്കിതിൻ്റെ പ്ലോട്ടാണ് മനസ്സിൽ തങ്ങിയുന്നത്. പടം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഇവർ ഇങ്ങനെ ഓരോ സാധനത്തിനെ ഹൈപ്പർ ലിങ്ക് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പ്ലോട്ട് കാണാൻ വേണ്ടി പോവുക. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഈ ബാർബേറിയൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിലുള്ള ഹൊററിനെക്കാട്ടിൽ കൂടുതൽ ഇതിൽ ഹൊററൊന്നും ഇല്ല, അല്ലെങ്കിൽ ഹൊറർ എലമെൻറ്റ് ഇതിൽ തീരെ കുറവാണെന്ന് പറയാം. നമുക്ക് പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോണ്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒന്നും ഇതിലില്ല. പക്ഷെ പടം കുറേ ഡാർക്കാണ്. ആൻഡ് ഇതിൽ വേറെ പ്രത്യേകത, വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ്. ഇതിൻ്റെ എന്താണ് ഈ വെപ്പൺസ് എന്നുള്ളതാണ് ഈ സിനിമ ഇങ്ങനെ കാണിച്ചു തരിക. ഈ ടൈറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് സിനിമയുടെ ഒരു ട്രാക്ക് മൊത്തം. ആ ഒരു പോയിന്റ് എത്തിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. പക്ഷേ ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ഈ കഥ പറയുകയാണെങ്കിൽ നമ്മൾ കുറേ പടത്തിൽ കണ്ടിട്ട് ഇതിലിപ്പോൾ എന്താണ് പുതുമ നമുക്ക് തോന്നുന്ന അതേ പ്ലോട്ടിനെ എടുത്തിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു നറേഷൻ സ്റ്റൈലിലൊരു മാറ്റം വരുത്തിയപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറി. അതായത് നോൺ ലീനിയർ ആണ് ഈ പടം. അതുകൂടാതെ ഈ പേഴ്സ്പെക്റ്റീവ് സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ, അതാണ് ഇപ്പോൾ ഈ സിനിമയിൽ വരുന്ന ചാപ്റ്റർ വൈസ് ആയിട്ട് തിരിക്കാതെ സിനിമയിൽ വരുന്ന ക്യാരക്ടേഴ്സിൻ്റെ പേര് കൊടുത്ത് ഓരോരോ ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ ഓരോരോ ഇവൻറ്റ് എങ്ങനെയായിരിക്കും നടന്നിട്ടുണ്ടാകുന്നതായിരിക്കും കാണിച്ചു തരാം. സോ ഒരു 2-3 ക്യാരക്ടേഴ്സ് ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ പെർസ്പെക്റ്റീവ് ആദ്യം നമുക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരും, ഇടയിൽ മിസ്മാച്ച് ചെയ്തിട്ടല്ല, അത് കഴിഞ്ഞ് അടുത്ത ആളുടെ കാണിച്ചു തരും. സോ മൊത്തത്തിലൊരു കവറേജ് നമുക്ക് കിട്ടും. സോ ഒരേ കാര്യങ്ങൾ പല പെർസ്പെക്റ്റീവിലൂടെ പല ആൾക്കാരുടെ കണ്ണിലൂടെ നമുക്ക് കാണിച്ചു തരുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അല്ല ഒരു മിസ്റ്ററി ഫീൽഡ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട് ഫ്രം ഹൊറർ
നല്ലൊരു സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള മൂവി, എന്താണ് സംഭവം നമുക്ക് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു വലിപ്പിക്കുന്നില്ല, പിന്നെ അങ്ങോട്ട് ഇതിൻ്റെ ട്രാക്ക് ഒരു ഫുൾ സ്പീഡ് ഗിയറിൽ ഇട്ടിട്ട് അങ്ങോട്ട് പടാന്ന് അങ്ങോട്ട് തീർക്കും. സോ ആ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഒരു പോയിന്റ് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വലിപ്പിച്ച അവിടെയും പിന്നെ വെറുപ്പിക്കാൻ തുടങ്ങും. സോ ഒരു 2 മണിക്കൂറിന് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തൊരു പടം. അതിൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു പോയ സമയം അറിഞ്ഞില്ല, നമുക്ക് അത്ര ഗംഭീരമായിട്ട് അത്ര അടിപൊളിയായിട്ട് നറേഷൻ പോകും. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ പടം ഒന്ന് സ്ലോ ഡൗൺ ആവുന്നുണ്ട്. സോ മൊത്തത്തിൽ ഒരു പേസിങ് കുറവുണ്ട് പടത്തിനെങ്കിലും കണ്ടിരിക്കാൻ നല്ല എൻഗേജിങ് ആയിട്ടുള്ള, അതായത് ത്രൂ ഔട്ട് നമുക്ക് ഒരിക്കലും ബോറടിപ്പിക്കാത്ത ഒരുപാട് മിസ്റ്ററിയും സസ്പെൻസ് ഒക്കെ നിറഞ്ഞൊരു പടമാണ്. ഇതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള സാധനമല്ല എനിക്ക് പടത്തിൽ നിന്ന് കിട്ടിയത്. സോ അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമ ഇഷ്ടമായത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ബാർബേറിയൻ വെച്ച് കമ്പയർ ചെയ്തൊന്നും പോകരുത്, അത് പക്ക ഹൊറർ സാധനം. അതിലുണ്ടായിരുന്നതിൻ്റെ ഹൊററിൻ്റെ ഒരു ചെറിയ അംശം മാത്രം ഇതിലുള്ളെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെയും നറേഷൻ സ്റ്റൈൽ വ്യത്യാസമാണ്. മറ്റേത് ലിനിയർ ആയിട്ടുള്ള സാധനമാണെങ്കിൽ ഇത് നോൺ ലീനിയറും ഈ പറയുന്ന ക്യാരക്ടർ പെർസ്പെക്റ്റീവ് ഒക്കെ വരുമ്പോൾ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് ഇങ്ങനെ കഥ പറഞ്ഞു പോകാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. സോ ഈ സാധനം എവിടെ വേണമെങ്കിലും നമ്മളിപ്പോൾ ഞാൻ ഇങ്ങനത്തെ കൊറിയൻ പടങ്ങളിലും ചൈനീസ് പടങ്ങളിലൊക്കെ ഇതേ പ്ലോട്ട് കണ്ടിട്ടുണ്ട്, സെയിം തീം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയിലൊക്കെ അഡാപ്റ്റ് ചെയ്യാം. ഐ തിങ്ക് നമ്മുടെ ഈ പൊലിമറയും അങ്ങനത്തെ ചില പടങ്ങളിലൊക്കെ ഇതേപോലത്തെ ഏകദേശം ഒരു തീം തന്നെയാണ്. സോ നമുക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിലൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം തന്നെയാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളതെങ്കിലും അതിൻ്റെ പേഴ്സ്പെക്റ്റീവ് സ്റ്റോറി ടെല്ലിങ് അത് കുറച്ച് ഫ്രഷ് ആയിട്ട് ഈ സിനിമയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ കണ്ടുവെക്കുക, ഈ ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമകളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും വെച്ച് പോകരുത്. സോ മിസ്റ്ററി ഹൊറർ മോഡിലുള്ള സിനിമകളൊക്കെ കാണുന്നവരാണെങ്കിൽ വെറൈറ്റി പാറ്റേണിലുള്ള ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് വർക്കാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് വർക്കായി. അതുപോലെ നിങ്ങൾ കണ്ടുവെക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.